ഹരേ കൃഷ്ണ, സർവം കൃഷ്ണാർപ്പണമസ്തു. ജയ ജയ ശ്രീ രാധേ രാധേ. ഇന്ന് ശ്രീമദ് ദേവി ഭാഗവതം 15-ാം ദിവസം ശിവവരദാനത്തെക്കുറിച്ചാണ് കേൾക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഋഷിമാരെല്ലാവരും കൂടി സൂതനോട് ചോദ്യം ചോദിക്കുകയാണ്. അങ്ങ് പറഞ്ഞിരുന്നു പുരാണങ്ങളൊക്കെ എഴുതിയത് വ്യാസഭഗവാനാണ്, അദ്ദേഹം തൻ്റെ പുത്രനായിട്ടുള്ള ശുഖമുനിക്ക് ഇതെല്ലാം വിവരിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ശുഗനുണ്ടായ കഥ ഒന്ന് പറഞ്ഞു തരൂ, ഞങ്ങൾക്ക് ആ കഥ കേൾക്കാനായിട്ട് അതീവമായിട്ട് ആഗ്രഹം ഉണ്ടെന്ന് പറയാണ്. സൂതൻ പറഞ്ഞു, ഓ ശരി, എന്നാൽ ആ കഥ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്ന് പറയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടതുപോലെ വേദവ്യാസൻ നാരദമുനിയുടെ വാക്കുകൾ കേട്ടുകൊണ്ട് അദ്ദേഹം നാരദനിൽ നിന്ന് പഠിച്ച ഏകബീജാക്ഷര മന്ത്രം ഉരുവിട്ടുകൊണ്ട് തപസ് ചെയ്യാനായിട്ട് പോവുകയാണ്. എവിടേക്കാണ് പോകണമെന്ന് അറിയോ? മേരുപർവ്വതത്തിൽ. മേരുപർവ്വതത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. വലിയ വലിയ താപസന്മാരെ തപസ്സനുഷ്ഠിക്കുന്ന സ്ഥലമാണ് മേരുപർവ്വതം. പഞ്ചഭൂതങ്ങളുടെ എല്ലാം ശക്തിപ്രഭാവമുള്ള ഒരു മകനെയാണ് വ്യാസൻ ആഗ്രഹിച്ചത്. അതുകൊണ്ട് തന്നെ ശക്തനായിട്ടുള്ള മകനാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ ആദിപരാശക്തിയായിട്ടുള്ള ഭഗവതിയാണ് ഉപാസിക്കേണ്ടത് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞ് ഭഗവതി ഉപാസനയാണ് അദ്ദേഹം നടത്തി പോരുന്നത്. അദ്ദേഹമാണെങ്കിൽ ആഹാരമൊക്കെ ഉപേക്ഷിച്ച് 100 വർഷമാണ് തപസ് അനുഷ്ഠിച്ചത്. ഈ മേരുപർവ്വതത്തിൻ്റെ ശൃംഗങ്ങളിലാണ് ദേവയക്ഷ കിന്നരന്മാരൊക്കെ ലീലയാടുന്നത്. അനേകായിരം കർണികാര വൃക്ഷങ്ങളുണ്ട്, മറ്റു ലതാദികളുണ്ട്. ഇടത്തിങ്ങി കാട് പോലെ നിൽക്കുന്ന ഒരു പ്രദേശമാണ്. അവിടെ ദേവസംഗീതം അലയടിക്കുന്നതായിട്ട് കേൾക്കാൻ പറ്റും. അപ്പം ഇതിൻ്റെയൊക്കെ ഇടയിൽ എന്താ പറയുക, പർവ്വതത്തിൻ്റെ മകുടത്തിലിരുന്നു കൊണ്ടാണ് വ്യാസമുനി 100 കൊല്ലമായിട്ട് തപസ്സനുഷ്ഠിക്കുന്നത്. ഈ തപസ്സനുഷ്ഠിക്കുന്ന താപസിയുടെ കീർത്തി ലോകമെങ്ങും പടർന്നു കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ജടാഭാരം നിറം മാറി അഗ്നി സമാനമായി തീർന്നു എന്നാണ് പറയുന്നത്. അത്ര തേജസ്സായി എന്നാണ് പറയുന്നത്. അങ്ങനെ ഉഗ്ര തേജസ് അദ്ദേഹത്തിന് ലഭിച്ചത് നമ്മുടെ ഇന്ദ്രൻ അറിയാണ്. ഇതറിഞ്ഞ ഇന്ദ്രന് ആകെ ടെൻഷനായി, പേടിയായി. ഇന്ദ്രൻ നേരെ രുദ്രനെ കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ പരമശിവൻ ഇന്ദ്രനോട് പറയാണ്, നീ എന്തിനാണ് ഇങ്ങനെ പേടിക്കണത് ഇന്ദ്ര? താപസന്മാരോട് അമർഷം തോന്നാനായിട്ട് പാടില്ല. ഞാൻ ശക്തിയുക്തനാണെന്ന് കണ്ടിട്ടല്ലേ ഈ ഋഷിമാരൊക്കെ എന്നെ ആരാധിക്കുന്നത്. മാത്രമല്ല മറ്റുള്ളവർക്ക് അഹിതമായതൊന്നും താപസന്മാർ ആഗ്രഹിക്കുകയില്ല. വ്യാസൻ പുത്രലബ്ധിക്കായിട്ടാണ് ഇപ്പോൾ തപസ്സനുഷ്ഠിക്കുന്നത്. അദ്ദേഹം 100 വർഷമായി തപസ്സനുഷ്ഠിക്കാൻ തുടങ്ങിയിട്ടാണ്. അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ഞാൻ സാക്ഷാത്കരിക്കാൻ പോവുകയാണ്. സർവ്വലോകത്തിനും പ്രിയങ്കരനും കീർത്തിമാനും മഹാ തേജസ്വിയുമായിട്ടുള്ള അദ്ദേഹത്തിന് സത്പുത്രൻ തന്നെ ഉണ്ടാവട്ടെ, അദ്ദേഹത്തിന് ഞാൻ ആ വരം തന്നെ നൽകും എന്ന് ഭഗവാൻ പരമേശ്വരൻ ഇന്ദ്രനോട് പറയുകയാണ്. അങ്ങനെ പരമേശ്വരൻ വേഗം തന്നെ വ്യാസൻ്റെ അടുത്തെത്തി അദ്ദേഹത്തിന് വരമൊക്കെ കൊടുത്തു. ഭഗവാനെ തിരിച്ച് നമസ്കരിച്ചിട്ട് മുനി ആശ്രമത്തിലേക്ക് മടങ്ങുകയാണ്. അരണി കടയുമ്പോൾ അഗ്നി ഉണ്ടാവണത് പോലെ എനിക്കൊരു പുത്രൻ ഉണ്ടാവണമെങ്കിൽ അവിടെ ഒരു മാതാവ് വേണമല്ലോ. അപ്പം ഞാൻ ആരെയാണ് വിവാഹം കഴിക്കേണ്ടത് എന്ന് അദ്ദേഹം ആലോചിക്കുകയാണ്. ഇനിയിപ്പോൾ ആരെങ്കിലും ഒരാളെ പതിവ്രതയായിട്ടുള്ളൊരു സ്ത്രീയെ കണ്ടുപിടിച്ച് വിവാഹം കഴിക്കുകയാണെങ്കിൽ പോലും ജീവിതകാലം മുഴുവനും അവരെ നോക്കണം, അവരുടെ ഒപ്പം ഗൃഹസ്ഥാശ്രമ വാസിയായിട്ട് നിൽക്കണം. എനിക്കതിന് സാധിക്കില്ല. അപ്പോൾ വിവാഹം കഴിച്ചിട്ട് ഉപേക്ഷിച്ച് പോരാനും പറ്റില്ലല്ലോ. ഒരാളെ വിവാഹം കഴിച്ചാൽ പിന്നെ കൂടെ കൂട്ടണം, അവരുടെ കാര്യങ്ങളെല്ലാം നോക്കണം. അപ്പം അങ്ങനെ നോക്കി പോകുമ്പോൾ തപസ്സൊന്നും ചെയ്യാനോ ലോകത്തിന് വേണ്ടി സത്പ്രവർത്തികൾക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്താനൊന്നും കഴിയില്ലല്ലോ. അദ്ദേഹമാണെങ്കിൽ പുരാണങ്ങളൊക്കെ രചിച്ചിട്ടുള്ള വലിയ വ്യക്തിയല്ലേ. അപ്പോൾ അദ്ദേഹത്തിന് അതിന് സാധിക്കില്ല. അങ്ങനെ ഈ സമയത്ത് അദ്ദേഹം ഇതൊക്കെ ആലോചിച്ചിരിക്കുന്ന സമയത്താണ് ആകാശത്തിലൂടെ ദിവ്യരൂപമുള്ള ഘൃതാചി കടന്നു പോണത്. അദ്ദേഹം വിചാരിക്കാൻ ഇവളിൽ നിന്നും ഒരു പുത്രപ്രാപ്തി ഉണ്ടാവുകയാണെങ്കിൽ നല്ലതാണല്ലോ എന്ന്. പക്ഷെ എന്നാലും 100 വർഷമൊക്കെ തപസ് ചെയ്ത് മുനി ഈ ഒരു സ്ത്രീയുടെ പിന്നാലെ പോയി, അല്ലെങ്കിൽ ഈ സ്ത്രീയിൽ നിന്നും പുത്രോത്പാദനം ചെയ്തു എന്ന് പറയുന്നത് മോശമല്ലേ എന്ന് അദ്ദേഹത്തിന് തോന്നി. എന്നാലും അദ്ദേഹം ആ സ്ത്രീയെ ഇങ്ങനെ ഓർത്തിരിക്കുകയാണ്. ആ സമയത്താണ് അദ്ദേഹത്തിന് വേറൊരു കഥ, നാരദൻ പറഞ്ഞ് കേട്ട ഒരു കഥ മനസ്സിലേക്ക് വരുന്നത്. പണ്ട് ഉർവശി എന്ന അപ്സരസിനാല് പുരൂരവസ് വഞ്ചിതനായിട്ടുള്ള കഥ. ആ കഥ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് ഓർമ്മ വരികയും ചെയ്തു. അപ്പം അദ്ദേഹം ഈ ആലോചിച്ച് നിൽക്കുന്ന ഈ ഒരു ഭാഗമാണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത്. നാളെ നമുക്ക് ബാക്കി തുടർന്ന് കേൾക്കാം കേട്ടോ. 16-ാമത്തെ ദിവസം ബുദ്ധോത്പത്തിയാണ് കേൾക്കാൻ പോണത്. അപ്പോൾ എല്ലാം ലളിതാംബികയുടെ തൃക്കാൽക്കലിൽ സമർപ്പിക്കാം. എല്ലാം ശ്രീ ഗുരുവായൂരപ്പൻ്റെയും മഹാദേവൻ്റെയും തൃപ്പാദത്തിൽ സമർപ്പിക്കാം. സർവം കൃഷ്ണാർപ്പണമസ്തു. ജയ ജയ ശ്രീ രാധേ രാധേ.